വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമുക്കിന്ന് അക്കൗണ്ടിങ് ഫോർ ഷെയർസിൻ്റെ കുറച്ച് പോർഷൻസ് നോക്കാം. ഇത് കുറച്ച് തിയറി പോർഷൻസ് മാത്രമാണ്. യൂണിറ്റ് 1 ഇഷ്യൂ ഓഫ് ഷെയർസ്. നമുക്കറിയാം എന്താണ് ഒരു കമ്പനി എന്നുള്ളതല്ലേ. കമ്പനി എന്ന് പറയുന്നത് ഒരു കൂട്ടം ആൾക്കാർ ഒരു നിയമസംഹിതയ്ക്ക് കീഴിൽ കൂടി ഒരു ബിസിനസ് ടേക്ക് ഓവർ ചെയ്യുന്ന ഒരു പ്രോസസ്സിന് പറയുന്ന, അല്ലെങ്കിൽ ആ ഒരു കൂട്ടം ആൾക്കാർ ചെയ്യുന്ന ബിസിനസ് ആക്ടിവിറ്റിക്ക് പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്, കമ്പനി എന്ന് പറയുന്നത്. ഈ കമ്പനി എന്ന് പറയുന്നത് നമ്മളൊരു ആർട്ടിഫിഷ്യൽ പേഴ്സണായിട്ടാണ് കാണുന്നത്. ഈ ആർട്ടിഫിഷ്യൽ പേഴ്സൺ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ലോയാണ് ഇവരെ ക്രിയേറ്റ് ചെയ്യുന്നത്. ദെൻ ദേ ഹാവ് കോർപ്പറേറ്റ് ആൻഡ് ലീഗൽ എൻറ്റിറ്റി ആൻഡ് പെർപ്പച്വൽ സസഷൻ ആൻഡ് കോമൺ സീൽ. ഇതൊക്കെ ഓൾറെഡി എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. കമ്പനി എന്താണ്, അതിൻ്റെ ഡെഫിനേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാവർക്കും അറിയാം. നമുക്ക് കുറച്ച് ഡെഫിനേഷൻസ് നോക്കാം. ജസ്റ്റ് നോക്കിക്കേ. ലൂത്ത് ജസ്റ്റിസ് ലിൻഡ്ലി defines a company is an association of many persons who contribute money or money's worth to a common stock and employ it in some trade or business and who share the profit or losses arising therefrom. ഇപ്പോൾ പറഞ്ഞ കാര്യം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു കൂട്ടം ആൾക്കാർ കൂടി അവരുടെ കയ്യിലുള്ള പൈസ ഒരു കോമൺ സ്റ്റോക്കായിട്ട് എടുത്തുക്കോ, അല്ലെങ്കിൽ ഒരു കോമൺ സ്റ്റോക്കിന് തുല്യമായിട്ട് അവരുടെ വാല്യൂസ്, കയ്യിലുള്ള മണി ഷെയർ ചെയ്തുകൊണ്ട് ഒരു ബിസിനസ് അല്ലെങ്കിൽ ഒരു ട്രേഡ് ക്യാരി ഫോം ചെയ്ത് അതിനുശേഷം അവർക്കുണ്ടാകുന്ന ലാഭം അല്ലെങ്കിൽ നഷ്ടമാണെങ്കിലും എന്ത് ചെയ്യുന്നു, ഒരുപോലെ അവരുടെ ഷെയറിനനുസരിച്ച് വീതം വെച്ച് നടത്തുന്ന ഒരു ആക്ടിവിറ്റിക്കാണ് എന്തെന്ന് പറയുന്നത്, ഒരു കമ്പനി എന്ന് പറയുന്നത്. പ്രൊഫസർ ഹാൻലി ഒരു കമ്പനിയെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കി. അക്കോർഡിംഗ് ടു പ്രൊഫസർ ഹാനി, a company is a artificial person created by law having separate entity with perpetual succession and common seal. കമ്പനി എന്ന് പറയുന്നത് ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ്. അത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ആരാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്? ലോ, അതായത് നിയമസംഹിതയ്ക്ക് കീഴിലുള്ള ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ് എന്തെന്ന് പറയുന്നത്, ഒരു കമ്പനി എന്ന് പറയുന്നത്. ഇവർക്ക് സെപ്പറേറ്റ് ആയിട്ട് ഒരു എൻറ്റിറ്റി ഉണ്ട്. അതുപോലെ തന്നെ പെർപ്പച്വൽ സസഷൻ ആൻഡ് എ കോമൺ സീൽ, ഒരു കോമൺ സീലും ഒരു കണ്ടിന്യൂറ്റി ഓഫ് ലൈഫും ഒക്കെയുള്ള ഒരു എൻറ്റിറ്റിയാണ് എന്തെന്ന് പറയുന്നത്, ഒരു കമ്പനി എന്ന് പറയുന്നത്. കമ്പനി എന്ന് പറയുന്ന ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സണായിട്ടാണ് പ്രൊഫസർ ഹാനി ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മുടെ കമ്പനീസ് ആക്റ്റിൽ എന്താണ് ഒരു കമ്പനി എന്നുള്ളതിനെക്കുറിച്ച് സ്പെസിഫിക് ആയിട്ട് ഓരോ സെക്ഷൻസിൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് നോക്കാം. അക്കോർഡിംഗ് ടു സെക്ഷൻ 3(1) ഓഫ് ദ കമ്പനീസ് ആക്ട് 1956, ഇവിടെ 1956 കമ്പനീസ് ആക്ട് 2013 ഇപ്പോൾ ഉള്ളത്. നേരത്തെ ഉണ്ടായിരുന്ന കമ്പനീസ് ആക്ടാണ് 1956. കമ്പനീസ് ആക്ട് 1956 സെക്ഷൻ 3 സബ്സെക്ഷൻ 1 പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് നോക്കി. കമ്പനി മീൻസ് എ പേഴ്സൺ formed and registered under this act or an existing company. An existing company means a company formed and registered under any of the former Companies Act. കമ്പനീസ് ആക്ട് 1956 കീഴിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഏതൊരു കമ്പനിയെ നമ്മൾ കമ്പനി എന്ന് പറയും. അല്ല എങ്കിൽ ഒരു എക്സിസ്റ്റിംഗ് കമ്പനി എന്ന് പറഞ്ഞാൽ 1956 മുമ്പുള്ള ഏതെങ്കിലും കമ്പനീസ് ആക്ടിന് കീഴിൽ വന്നിരിക്കുന്ന കമ്പനീസിനെയാണ് എന്തെന്ന് പറയുന്നത്, എക്സിസ്റ്റിംഗ് കമ്പനി എന്ന് പറയുന്നത്. ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് കമ്പനീസ് ആക്ട് 2013 ആണ്. കമ്പനീസ് ആക്ട് 2013 സെക്ഷൻ 2 ആൻഡ് സബ്സെക്ഷൻ 20 എന്താണ് കമ്പനി എന്ന് പറഞ്ഞിരിക്കുന്നത് നോക്കി. ആസ് പെർ കമ്പനീസ് ആക്ട് 2013, കമ്പനി മീൻസ് എ കമ്പനി ഇൻകോർപ്പറേറ്റഡ് അണ്ടർ ദിസ് ആക്ട് ഓർ അണ്ടർ എനി പ്രീവിയസ് കമ്പനി ലോ. പ്രീവിയസ് ആയിട്ടുള്ള ഏതെങ്കിലും കമ്പനി ലോയ്ക്ക് കീഴിലോ അല്ലെങ്കിൽ ഇപ്പോൾ കറൻ്റ്ലി ഉള്ള കമ്പനീസ് ആക്ട് 2013 കീഴിലോ ഇൻകോർപ്പറേറ്റ് ചെയ്തിരിക്കുന്ന ഒരു കമ്പനിക്കാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, കമ്പനി എന്ന് പറയുന്നത്. അപ്പം നമ്മൾ മൂന്ന് ഡെഫിനീഷൻ, മെയിൻലി കമ്പനീസ് ആക്ടിൻ്റെ കീഴിൽ 2 ഡെഫിനീഷൻസും, അതല്ലാതെ ലോർഡ് ജസ്റ്റിസ് ലിൻഡ്ലിയുടെയും പ്രൊഫസർ ഹാനിയുടെയും ഡെഫിനീഷൻസ് നമ്മൾ കണ്ടു. ഇനി ഒരു കമ്പനിയുടെ എന്തൊക്കെയാണ് അവരുടെ ക്യാരക്ടറിസ്റ്റിക്സ്, അവരുടെ എന്തൊക്കെയാണ് ഒരു കമ്പനിയുടെ ഗുണങ്ങൾ എന്നുള്ളതാണ് നമ്മൾ കാണുന്നില്ലെങ്കിൽ അവരുടെ മെയിൻ ആയിട്ടുള്ള ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. നോക്കി,
ദ എസെൻഷ്യൽ ക്യാരക്ടറിസ്റ്റിക് ഓഫ് എ കമ്പനി ആർ ആസ് ഫോളോസ്. ഇനി താഴെ 1 by 1 ആയിട്ട് നമുക്ക് നോക്കാം. ഇറ്റ് ഈസ് എ വോളണ്ടറി അസോസിയേഷൻ ഓഫ് ഇൻഡിവിജ്വൽസ്. ഇപ്പോൾ പറഞ്ഞ കാര്യം തന്നെയാണ്. അവർ ഒരു വോളണ്ടറി അസോസിയേഷൻ, കുറച്ച് ഇൻഡിവിജ്വൽസിൻ്റെ വോളണ്ടറി അസോസിയേഷനാണ് ഒരു കമ്പനി എന്ന് പറയുന്നത്. ദാൻ ഇറ്റ് ഈസ് എ ഇൻകോപ്പറേറ്റഡ് അസോസിയേഷൻ. ഇത് ഒരു ലോയ്ക്ക് കീഴിൽ എപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, ഇൻകോപ്പറേറ്റ് ചെയ്തിരിക്കുന്ന ഒരു അസോസിയേഷൻ കൂടിയാണ് ഈ പറയുന്ന കമ്പനീസ് ആക്ട് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വൺ, ഇറ്റ്സ് ആൻ ആർട്ടിഫിഷ്യൽ പേഴ്സൺ ക്രിയേറ്റഡ് ബൈ ലോ. അതെ, ഒരു നിയമസംഹിതയ്ക്ക് കീഴിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു പേഴ്സണാണ്, അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ പേഴ്സണാണ് കമ്പനി എന്ന് പറയുന്നത്. ഇറ്റ് ഹാസ് എ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി. അതിനൊരു സെപ്പറേറ്റ് ആയിട്ട് ഒരു ലീഗൽ എൻറ്റിറ്റി ഉണ്ട്. അത് അവരുടെ കണക്കുകളും കാര്യങ്ങളും അതുപോലെ തന്നെ അവരുടേതായി സംബന്ധപ്പെട്ട് വരുന്ന എല്ലാ സംഭവങ്ങളും ഒരു ലീഗൽ എൻറ്റിറ്റിക്ക് അല്ലെങ്കിൽ ഒരു ലീഗൽ ഫ്രെയിം വർക്കിന് കീഴിലുള്ള കാര്യങ്ങളാണ് വരുന്നത്. ആൻഡ് ഇറ്റ് ഹാസ് എ പെർപച്വൽ സക്സഷൻ ഓർ കണ്ടിന്യൂസ് എക്സിസ്റ്റൻസ്. ഇതിന് കണ്ടിന്യൂസ് എക്സിസ്റ്റൻസ് ഉണ്ട്. ഒരിക്കലും കമ്പനി എന്ന് പറയുന്നത് ഇറ്റ് ഹാസ് എ കണ്ടിന്യൂസ് എക്സിസ്റ്റൻസ്. ഒരിക്കലും ഒരു കമ്പനി എന്ത് ചെയ്യുന്നില്ല, മരിക്കുന്നില്ല. അതിന് തുടർന്നൊരു ജീവിതമുണ്ട് എന്നുള്ള രീതിയിലാണ് നമ്മൾ ഒരു കമ്പനിയെ കാണുന്നത്. ഒരിക്കലും മരിക്കുന്ന ഒരു പേഴ്സൺ അല്ലെങ്കിൽ എൻഡ് ഉണ്ട് എന്ന് നമ്മൾ പറയുന്നില്ല. കമ്പനി എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് ആക്ടിവിറ്റിയാണ് എന്നാണ് പറയുന്നത്. ദെൻ ഇറ്റ് ഹാസ് എ കോമൺ സീൽ. അതിനൊരു കോമൺ സീലുണ്ട്. കോമൺ സീൽ നമുക്കറിയാം, എല്ലാ കമ്പനികൾക്കും ഒരു കോമൺ സീലുണ്ട് അല്ലേ. ആ ഒരു സീൽ എന്ന് പറയുന്നത് എപ്പോഴും വാലിഡായിട്ടുള്ള ഒന്നായിരിക്കും. ദെൻ ദ ക്യാപിറ്റൽ ഓഫ് ദ കമ്പനി ഈസ് ഡിവൈഡഡ് ഇൻ ടു പാർട്സ് കോൾഡ് ഷെയർസ്. ഒരു കമ്പനിയുടെ ക്യാപിറ്റലിനെ പല പാർട്സായിട്ട് അല്ലെങ്കിൽ പല ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആ ഡിവൈഡ് ചെയ്തിരിക്കുന്ന ഓരോ ഡിവിഷനും പറയുന്ന പേരാണ് ഷെയർസ്. ഈ ഷെയർസ് ഓരോ ഷെയർ ഹോൾഡേഴ്സിനും സബ്ജക്റ്റ് ടു ദ സർട്ടൻ കണ്ടീഷൻസ് ഇത് ട്രാൻസ്ഫറബിൾ ആണ്, ഫ്രീലി ട്രാൻസ്ഫറബിൾ ആയിട്ടുള്ള ഒന്നാണ്. ദെൻ നെക്സ്റ്റ് വൺ, ദ ലയബിലിറ്റി ഓഫ് ദ ഷെയർ ഹോൾഡേഴ്സ് ഓഫ് ദ കമ്പനി ഈസ് ലിമിറ്റഡ് ടു ദ അൺപെയ്ഡ് എമൗണ്ട് ഓഫ് ഹിസ് ഷെയർസ്. ദെൻ ഇവിടെ ലയബിലിറ്റി എന്ന് പറയുന്നത് ഷെയർസിന് ലിമിറ്റഡ് ആണ്. ഒരിക്കലും ഷെയർ ഹോൾഡേഴ്സിൻ്റെ പേഴ്സണൽ പ്രോപ്പർട്ടീസോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ആർക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. കമ്പനിയുടെ നഷ്ടം സഹിക്കുന്ന അല്ലെങ്കിൽ കമ്പനിയുടെ ലയബിലിറ്റിക്ക് വേണ്ടി ടേക്കൺ ഓവർ ചെയ്യേണ്ട ആവശ്യം ഇല്ല. എപ്പോഴും അവരുടെ ഷെയർസിൻ്റെ വാല്യൂവിനനുസരിച്ചുള്ള ലയബിലിറ്റി മാത്രമേ ഷെയർ ഹോൾഡേഴ്സിന് ഉണ്ടാവുകയുള്ളൂ. എ കമ്പനി ഹാസ് ഡെമോക്രാറ്റിക് സെറ്റപ്പ്. ഓൾ ദ മെമ്പേഴ്സ് ഹാവ് ദ റൈറ്റ് ടു എലക്ട് ദെയർ റെസ്പെക്റ്റീവ് റെപ്രസെൻറ്റേറ്റീവ്സ് ഓൺ ദ ബോർഡ്. ദെൻ അവരുടെ കമ്പനിക്ക് ഒരു ഡെമോക്രാറ്റിക് സെറ്റപ്പാണ്. ഡെമോക്രസി എന്ന് പറഞ്ഞാൽ അല്ലേ എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലേ. ജനങ്ങൾക്ക് വേണ്ടി തിരഞ്ഞെടുക്കുന്ന ആൾക്കാരാണ് എന്തെന്ന് പറയുന്നത് ഡെമോക്രാറ്റിക് സെറ്റപ്പിൽ ഭരിക്കുന്ന ആൾക്കാർ. അതുപോലെ തന്നെ നമുക്കറിയാം നമ്മളുടെ കമ്പനിയിലെ ബോർഡ് ഓഫ് മെമ്പേഴ്സ് എന്ന് പറയുന്നവർ എപ്പോഴും ആ കമ്പനിയിലുള്ള മെമ്പേഴ്സ് തന്നെ തിരഞ്ഞെടുക്കുന്ന അല്ലെങ്കിൽ എല്ലാ മെമ്പേഴ്സും കൂടെ തിരഞ്ഞെടുക്കുന്ന ആൾക്കാരായിരിക്കും ആ ബോർഡിൻ്റെ റെപ്രസെൻറ്റേറ്റീവായിട്ട് എപ്പോഴും നിൽക്കുന്നത്. എ കമ്പനി ഈസ് ഇൻ മച്ച് ബെറ്റർ പൊസിഷൻ ടു റേസ് ഫിനാൻസ്. ഇറ്റ് ക്യാൻ ഇഷ്യൂ പ്രോസ്പെക്ടസ് ഇൻവൈറ്റിംഗ് ദ മെമ്പേഴ്സ് ഓഫ് ദ പബ്ലിക് ടു പർച്ചേസ് ഇറ്റ് ഷെയർസ് ആൻഡ് ഡിബഞ്ചേഴ്സ്. കമ്പനിക്ക് പൈസ അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയുള്ള ഫണ്ട് റേസ് ചെയ്യുന്നതിനായിട്ട് എന്ത് ചെയ്യുക, അവരുടെ ഷെയർസും ഡിബഞ്ചേഴ്സും പബ്ലിക്കിന് ഇഷ്യൂ ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇത്രയും ക്യാരക്ടേഴ്സാണ് എന്തെന്ന് പറയുന്ന ഒരു നല്ലൊരു കമ്പനിക്ക് ഉണ്ടാവേണ്ടത്. ഇനി നമുക്ക് കമ്പനീസ് എത്ര തരമുണ്ടെന്നുള്ളത് പഠിക്കാം. നോക്കിയേ, ടൈപ്സ് ഓഫ് കമ്പനീസ്. The following are the different types of companies as per the provisions of Companies Act 2013. Companies Act 2013 അനുസരിച്ച് ഈ താഴെ പറയുന്നതൊക്കെയാണ് ഓരോ ഡിഫറെൻറ്റ് ക്ലാസിഫിക്കേഷൻസ് ഓഫ് കമ്പനി എന്ന് പറയുന്നത്. നമുക്ക് ആദ്യം മോഡ് ഓഫ് രജിസ്ട്രേഷൻ്റെ ബേസിസിൽ കമ്പനിയെ എത്രയായിട്ട് തിരിക്കുന്നതെന്ന് കാണാം. ഫസ്റ്റ് വൺ, സ്റ്റാറ്റ്യൂട്ടറി കമ്പനി എന്ന് പറയുന്നത് ഇത്രയും ഓർത്താൽ മതി. ഒരു സ്പെഷ്യൽ ആക്ടിൻ്റെയോ അല്ലെങ്കിൽ സെൻട്രൽ അല്ലെങ്കിൽ സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിൻ്റെ കീഴിൽ രജിസ്റ്റർ ചെയ്യുന്ന കമ്പനീസിനെയാണ് നമ്മൾ സ്റ്റാറ്റ്യൂട്ടറി കമ്പനീസ് എന്ന് പറയുന്നത്. അതിൻ്റെ എക്സാമ്പിൾസാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, അതുപോലെ തന്നെ ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ LIC, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ. ഇതൊക്കെ എന്ന് പറയുന്നത് സെൻട്രൽ അല്ലെങ്കിൽ സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിൻ്റെ അടിയിൽ സ്പെഷ്യൽ ആക്ടിനടിയിൽ
എന്ത് ചെയ്താണ്, രജിസ്റ്റർ ചെയ്തിരിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഇതിനെയൊക്കെ നമ്മൾ സ്റ്റാറ്റ്യൂട്ടറി കമ്പനീസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ രജിസ്റ്റേർഡ് കമ്പനീസാണ്. രജിസ്റ്റേർഡ് കമ്പനീസ് എന്ന് പറയുന്നത് കമ്പനീസ് ആക്ട് 2013 പ്രകാരമോ അല്ലെങ്കിൽ അതിന് മുമ്പുള്ള പ്രീവിയസ് കമ്പനീസ് ആക്ടുകൾ പ്രകാരമോ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കമ്പനികളെയാണ് നമ്മൾ രജിസ്റ്റേർഡ് കമ്പനീസ് എന്ന് പറയുന്നത്. ഇപ്പം റിലയൻസ്, ടാറ്റ മോട്ടോഴ്സ്, അതുപോലെ തന്നെ ആദിത്യ ബിർള ഗ്രൂപ്പ്, ഇങ്ങനെയുള്ള എല്ലാം എന്ന് പറയുന്നത് രജിസ്റ്റേർഡ് കമ്പനീസ് ആയിട്ടാണ് നമ്മൾ കാണുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ചാർട്ടേഡ് കമ്പനീസ്. ചാർട്ടേഡ് കമ്പനീസ് എന്ന് പറയുന്നത് നമ്മളുടെ കിങ് ഓർ ക്യൂൻ ഓഫ് ഇംഗ്ലണ്ട് നേരത്തെ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് തന്നെ രജിസ്റ്റർ ചെയ്ത്, അല്ലെങ്കിൽ അന്നത്തെ ബ്രിട്ടീഷുകാരുടെ റൂൾസ് അനുസരിച്ച് രജിസ്റ്റർ ചെയ്തിട്ടുള്ള കമ്പനീസിനെയാണ് നമ്മൾ ചാർട്ടേഡ് കമ്പനീസ് എന്ന് പറയുന്നത്. ബ്രിട്ടീഷ് കിങ് ഓർ ക്യൂന് ഗ്രാൻഡ് ചെയ്തിട്ടുള്ള സ്പെഷ്യൽ ചാർട്ടർ ഗ്രാൻഡ് ചെയ്തിട്ടുള്ള കമ്പനീസിനെയാണ് നമ്മൾ ചാർട്ടേഡ് കമ്പനീസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒക്കെ എന്ന് പറയുന്നത് ചാർട്ടേഡ് കമ്പനീസാണ് എന്നാണ് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ഓൺ ദ ബേസിസ് ഓഫ് നമ്പർ ഓഫ് മെമ്പേഴ്സ്. നമ്മുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ മെമ്പേഴ്സിൻ്റെ എണ്ണം വെച്ചിട്ടും എന്ത് ചെയ്യാം, കമ്പനീസിനെ നമുക്ക് ഡിവൈഡ് ചെയ്യാം. പ്രൈവറ്റ് കമ്പനീസ് എന്നും അതുപോലെ തന്നെ പബ്ലിക് കമ്പനീസ് എന്നും പറഞ്ഞ് നമുക്ക് തരംതിരിക്കാം. പ്രൈവറ്റ് കമ്പനീസ് എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കി. പ്രൈവറ്റ് കമ്പനീസിൽ മാക്സിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് എന്ന് പറയുന്നത് 200 ആകാൻ പാടുള്ളൂ. അതിൻ്റെ അകത്ത് എംപ്ലോയീസിനെയോ അല്ലെങ്കിൽ എക്സ് എംപ്ലോയീസിനെയോ ഒന്നും കൗണ്ട് ചെയ്യത്തില്ല. അതിൻ്റെ മെയിൻ ഡയറക്ടർ ബോർഡിലുള്ള മെമ്പേഴ്സിൻ്റെ മാക്സിമം കൗണ്ട് എന്ന് പറയുന്നത് 200 ആകാനേ പാടുള്ളൂ. അതിൽ കൂടുതൽ ഒരാൾ പോലും ആകാൻ പാടില്ല. അതേസമയം കമ്പനീസ് ആക്ട് 2013 സെക്ഷൻ 268 എന്താണ് പ്രൈവറ്റ് കമ്പനി, അതിനൊരു ഡെഫിനീഷൻ അവർ തന്നിട്ടുണ്ട്. ആ ഡെഫിനീഷൻ എന്താണെന്ന് നോക്കാം. സെക്ഷൻ 268 ഓഫ് ദ കമ്പനീസ് ആക്ട് 2013 defines a private company. It describes that following features must be included in the articles of association ഓഫ് എവരി പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി. ഇപ്പോൾ ഏത് ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയിലും താഴെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, ഫീച്ചേഴ്സ് എല്ലാം എന്തിൽ ഉണ്ടായിരിക്കണം, ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ ഉണ്ടായിരിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി നോക്കാം എന്തൊക്കെ കാര്യങ്ങളാണ് ഫീച്ചേഴ്സായിട്ട് പറഞ്ഞിരിക്കുന്നതെന്ന്. ഫസ്റ്റ് വൺ, ദ നമ്പർ ഓഫ് മെമ്പേഴ്സ് ഓഫ് ദ പ്രൈവറ്റ് കമ്പനി കനോട്ട് എക്സീഡ് 200. ഇപ്പോൾ ഞാൻ പറഞ്ഞിരുന്നല്ലേ, പ്രൈവറ്റ് കമ്പനിയിൽ മാക്സിമം മെമ്പേഴ്സ് എന്ന് പറയുന്നത് 200 പേരെ ആകാൻ പാടുള്ളൂ. 200 പേർക്ക് മേളിൽ നമ്പർ ഓഫ് മെമ്പേഴ്സ് ഉണ്ടാകാൻ പാടില്ല. ഇതിൻ്റെ അകത്ത് എംപ്ലോയീസ് അല്ലെങ്കിൽ എംപ്ലോയീസിനെ ഒന്നും നമ്മൾ കൗണ്ട് ഡൗൺ ചെയ്യുകയില്ല. ദെൻ അതുപോലെ തന്നെ ജോയിൻറ്റ് ഹോൾഡേഴ്സ് ഹാവ് ടു ബി കൗണ്ടഡ് ആസ് 1 മെമ്പർ. ഇപ്പം ജോയിൻറ്റ് ഹോൾഡേഴ്സ് ഉണ്ടായിരിക്കും, ഹസ്ബൻഡ് ആൻഡ് വൈഫ്, അല്ലെങ്കിൽ ജോയിൻറ്റ് ഹോൾഡേഴ്സായിട്ട് കോൺട്രാക്റ്റിൽ വരുന്ന ആൾക്കാർ, പാർട്ട്നേഴ്സായിട്ട് വരുന്നത്, ഇങ്ങനെയുള്ളവരെല്ലാം നമ്മൾ ഒരൊറ്റ വ്യക്തിയായിട്ട് തന്നെയായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ആഡ് ഓൺ ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് വൺ, a private company cannot invite members of the public to subscribe to its securities such as shares, debentures, bonds, etc. ഒരു പ്രൈവറ്റ് കമ്പനിക്ക് ഒരിക്കലും പബ്ലിക്കിൻ്റെ അടുത്ത് എന്ത് ചെയ്യാൻ പറ്റില്ല, അവരുടെ ഷെയർസ് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുകയില്ല. There must be some restrictions on the transfer of shares of the company. കമ്പനിയുടെ ഷെയർസ് ട്രാൻസ്ഫർ ചെയ്യുന്നതിൽ ഒരുപാട് റെസ്ട്രിക്ഷൻസ് എന്തിലുണ്ട്, ഈ പറയുന്ന പ്രൈവറ്റ് കമ്പനീസിൽ ഉണ്ട്. ഇനി എന്ത് കാര്യങ്ങളാണെങ്കിലും ഈ മേളിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ നേച്ചേഴ്സും ഈ പറയുന്ന ഫീച്ചേഴ്സ് എല്ലാം ഉൾക്കൊണ്ട് പോകുന്നതാണ് ഒരു പ്രൈവറ്റ് കമ്പനി എന്ന് പറയുന്നത്. ഇനി ഈ പറഞ്ഞിരിക്കുന്ന ഫീച്ചേഴ്സിൽ ഏതെങ്കിലും ഒരു ഫീച്ചർ മിസ് ചെയ്തു പോവുകയാണെങ്കിൽ ഇതിനെ നമ്മൾ പബ്ലിക് കമ്പനി, ഡീം ടു ബി എ പബ്ലിക് കമ്പനി എന്നാണ് പറയപ്പെടുന്നത്. ദെൻ നെക്സ്റ്റ് വൺ, മിനിമം 2 പേരെങ്കിലും വേണം ഒരു പ്രൈവറ്റ് കമ്പനി ഫോം ചെയ്യാൻ വേണ്ടിയിട്ട്. മിനിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് എന്ന് പറയുന്നത് 2 മെമ്പേഴ്സാണ്. മാക്സിമം എത്രയാണ്, 200 മെമ്പേഴ്സേ ആകാൻ പാടുള്ളൂ. ദെൻ നെക്സ്റ്റ് വൺ, പബ്ലിക് കമ്പനീസാണ്. പബ്ലിക് കമ്പനീസ് എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കി. സെക്ഷൻ 271 of the Act means Companies Act 2013 defines a public company as a company which is not a private company. പ്രൈവറ്റ് കമ്പനി അല്ലാത്ത എല്ലാ കമ്പനികളും എന്താണെന്നാണ് പറയുന്നത്, പബ്ലിക് കമ്പനിയാണ് എന്നാണ് സെക്ഷൻ 271 പറയുന്നത്. കമ്പനീസ് ആക്ട് 2013 provide that a public company must
must have a minimum paid up capital of 5 lakh. ഒരു പബ്ലിക് കമ്പനിയുടെ മിനിമം പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് 5 lakh rupees ആയിരിക്കണം. ദിസ് പ്രൊവിഷൻ ഈസ് amended by the Companies Amendment Act 2015. ഈ പറഞ്ഞിരിക്കുന്ന പ്രൊവിഷൻ 2015 കമ്പനീസ് ആക്ട് അമെൻമെൻറ്റ് ആക്റ്റിലാണ് പാസ് ചെയ്ത് വിട്ടിരിക്കുന്നത്. ദെൻ നെക്സ്റ്റ് വൺ പേഴ്സൺ കമ്പനി, ഒരൊറ്റയാളുള്ള അല്ലെങ്കിൽ സോൾ പ്രൊപ്രൈറ്റർ മാത്രമായിട്ട് നടത്തുന്ന കമ്പനിയാണ് വൺ പേഴ്സൺ കമ്പനി എന്ന് പറയുന്നത്. ഇതിനുള്ള ഡെഫിനിഷനും കമ്പനീസ് ആക്ട് 2013 തന്നിട്ടുണ്ട്. എന്താണെന്ന് നോക്കി, ദ കമ്പനീസ് ആക്ട് 2013 ഹാസ് ഇൻട്രൊഡ്യൂസ് ദ കോൺസെപ്റ്റ് ഓഫ് വൺ പേഴ്സൺ കമ്പനി. ഈ വൺ പേഴ്സൺ കമ്പനി എന്നുള്ള കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് തന്നെ ആരാണ്? കമ്പനീസ് ആക്ട് 2013 ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ബൈ സെക്ഷൻ 262 ഓഫ് ദ കമ്പനീസ് ആക്ട് ആസ് എ കമ്പനി വിച്ച് ഹാസ് വൺ പേഴ്സൺ ആസ് ഇറ്റ്സ് മെമ്പർ. ഇവിടെ ഒരൊറ്റ പേഴ്സണെ എന്തായിട്ട് കാണത്തുള്ളൂ? ഈ കമ്പനിയുടെ മെമ്പറായിട്ട് കാണത്തുള്ളൂ. അതായത് ഒരു ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കും, അല്ലെങ്കിൽ റെസിഡൻ്റ് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം ഈ ഒരു കമ്പനി ക്യാരി ഓൺ ചെയ്യേണ്ടത്. ഇത് എപ്പോഴും പ്രൈവറ്റ് നേച്ചർ അല്ലെങ്കിൽ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ് ഈ വൺ പേഴ്സൺ കമ്പനി എന്ന് പറയുന്നതും. അപ്പം ബേസിക്കലി 2 ടൈപ്സ് കമ്പനിയേ ഉള്ളൂ. നമ്പർ ഓഫ് മെമ്പേഴ്സിൻ്റെ ബേസിസിൽ പ്രൈവറ്റ് കമ്പനിയും പബ്ലിക് കമ്പനിയും. ദെൻ വൺ പേഴ്സൺ കമ്പനി എന്ന് പറയുന്ന ഒരൊറ്റ മെമ്പറുള്ള കമ്പനിയാണ്. അതിനെ നമ്മളെപ്പോഴും ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയായിട്ട് തന്നെയാണ് കാണുന്നത്. ഇനി നെക്സ്റ്റ് ലയബിലിറ്റി ഓൺ ദ ബേസിസ് ഓഫ് മെമ്പേഴ്സ്. ഇനി മെമ്പേഴ്സിൻ്റെ ലയബിലിറ്റിയുടെ ബേസിസിൽ ഷെയർസ് എത്ര എണ്ണം പർച്ചേസ് ചെയ്യണം, അല്ലെങ്കിൽ അവരുടെ ലയബിലിറ്റിയുടെ കേസസിൽ നമുക്ക് ഇനി ലയബിലിറ്റി ഓഫ് ദ മെമ്പറിൻ്റെ ബേസിസിൽ നമുക്ക് കമ്പനിയെ എങ്ങനെയൊക്കെ ഡിവൈഡ് ചെയ്യാമെന്ന് നോക്കി. കമ്പനീസ് ലിമിറ്റഡ് ബൈ ഷെയർസ് ആൻഡ് കമ്പനീസ് ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി. 2 ബേസിസിലാണ് കമ്പനിയെ ഡിവൈഡ് ചെയ്യുന്നത്. ഒന്നെങ്കിൽ ഷെയർസിൻ്റെ, അതായത് ലയബിലിറ്റി ഷെയർസിൻ്റെ വാല്യൂ വരെയാണ് നമ്മൾ കൊടുക്കുന്നത് എങ്കിൽ അതിനെ നമ്മൾ എന്തെന്ന് പറയുന്നു? കമ്പനീസ് ലിമിറ്റഡ് ബൈ ഷെയർസ് എന്ന് പറയുന്നത്. ഇൻ ദിസ് കേസ് ഷെയർ ഹോൾഡർ ഈസ് ലയബിൾ ഓൺലി ഫോർ ദ അൺപെയ്ഡ് എമൗണ്ട് ഓഫ് ദ ഷെയർസ് പർച്ചേസ്ഡ് ബൈ ഹിം. ഇവിടെയെന്ന് പറഞ്ഞാൽ അയാൾ പർച്ചേസ് ചെയ്തിരിക്കുന്ന ഷെയർസിൻ്റെ അൺപെയ്ഡ് എമൗണ്ട് എത്ര ഉണ്ടോ അതുവരെ ആയിരിക്കും അയാളുടെ ലയബിലിറ്റി എന്ന് പറയുന്നത്. അതേസമയം കമ്പനീസ് ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. കമ്പനിയുടെ മെമ്പേഴ്സ്, ഷെയർ ഹോൾഡേഴ്സ്, അവരുടെ ലയബിലിറ്റിയുടെ ലിമിറ്റ് എന്ന് പറയുന്നത് ഒരു സർട്ടൺ എമൗണ്ട്, എൻ്റെ ഷെയർ വാല്യൂവിൻ്റെ ഇത്ര എമൗണ്ടും പ്ലസ് ഇത്ര ഒരു എമൗണ്ട്, സം ഓഫ് മണി. ഇപ്പം എൻ്റെ ഷെയർ വാല്യൂ ഒരു 10 lakh rupees ആണെങ്കിൽ 10 lakh പ്ലസ് ഒരു 5 lakh rupees കൂടെ ഞാൻ കമ്പനിക്ക് ലയബിലിറ്റി വന്നു കഴിഞ്ഞാൽ ഞാൻ ആ ഒരു 5 lakh rupees കൂടെ വഹിച്ചു കൊള്ളാം എന്ന് പറഞ്ഞ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനിൽ കാണിക്കുന്നുണ്ട്, മെൻഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ, അങ്ങനെ ഒരു ഗ്യാരണ്ടിയുടെ പുറത്ത് ലയബിലിറ്റി ടേക്കൺ ഓവർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഏത് കമ്പനിയായിട്ടാണ് കാണുന്നത്? കമ്പനീസ് ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടീസ് ആയിട്ടാണ് കാണുന്നത്. These are the companies in which a member is liable to pay a certain sum of money mentioned in the memorandum of association as payable in the liquidation of company. ലിക്വിഡേഷൻ്റെ ടൈമിലാണ് ഈ പറയുന്ന കാര്യങ്ങൾ വരുന്നത്. ദെൻ അതിൻ്റെ ഒരു എക്സാമ്പിളാണ്, 2 എക്സാമ്പിൾസ് തന്നിട്ടുണ്ട്, ജസ്റ്റ് നിങ്ങൾ വായിച്ചു നോക്കുക. ദെൻ നെക്സ്റ്റ് കമ്പനീസ് വിത്ത് അൺലിമിറ്റഡ് ലയബിലിറ്റീസ്. ഇവിടെ എന്ന് പറഞ്ഞാൽ ലിമിറ്റഡ് അല്ല, ഗ്യാരണ്ടി ബേസിസിലായിരിക്കത്തില്ല. എത്ര ലയബിലിറ്റി ഉണ്ടാകുന്നു ആ ലയബിലിറ്റി മുഴുവൻ ആര് ഏറ്റെടുത്തോണം? മെമ്പേഴ്സ് ഏറ്റെടുത്ത് ആ ലയബിലിറ്റി മുഴുവൻ കമ്പനിയെ എന്ത് ചെയ്യാൻ, കടബാധ്യതയിൽ നിന്ന് രക്ഷിക്കാനുള്ള ബാധ്യത അവിടെയുള്ള എല്ലാ മെമ്പേഴ്സിനും ഒരുപോലെ തന്നെയാണ് പോകുന്നത്. ദെൻ ഇങ്ങനെയുള്ള കമ്പനീസ് എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, പാർട്ട്ണർഷിപ്പ് ഫേംസാണ് കൂടുതലും ഇങ്ങനെയുള്ള കമ്പനീസായിട്ട് വരുന്നത്. ഇപ്പം 4 പാർട്ട്നേഴ്സ് കൂടി ഒരു കമ്പനി തുടങ്ങി, അത് പൊട്ടി അല്ലെങ്കിൽ അതിന് ലോസ് ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ലോസ് 4 പേരും കൂടെ എന്ത് ചെയ്യണം? ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്ത് എടുക്കണം. അതിനകത്തൊരു ലിമിറ്റഡ് ആയിട്ടൊരു ലയബിലിറ്റി ആർക്കും ഇല്ല, എല്ലാവർക്കും എന്താണ്? അൺലിമിറ്റഡ് ലയബിലിറ്റിയാണ് വരുന്നത്. ദെൻ നെക്സ്റ്റ് ഓൺ ദ ബേസിസ് ഓഫ് ലിസ്റ്റിംഗ്. നെക്സ്റ്റ് ക്ലാസിഫിക്കേഷനാണ് ഓൺ ദ ബേസിസ് ഓഫ് ലിസ്റ്റിംഗ്. എന്താണ് ലിസ്റ്റിംഗ്? നമുക്കറിയാം, സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ചിൽ BSE അല്ലെങ്കിൽ NSE പോലുള്ള സെക്യൂരിറ്റി എക്സ്ചേഞ്ചിൽ, സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ എന്ത് ചെയ്യണം? കമ്പനീസ് ലിസ്റ്റ് ചെയ്യുന്നതുണ്ട്, അൺലിസ്റ്റഡ് ഉണ്ട്. ലിസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവരുടെ ഷെയർസ് ആൻഡ് ഡിബഞ്ചേഴ്സ് അവിടെ ട്രേഡ് ചെയ്യുന്ന കമ്പനീസ് ആണെങ്കിൽ അതിനെ നമ്മൾ ലിസ്റ്റഡ് കമ്പനീസ് എന്നും, ഷെയർസ് ഒന്നും ട്രേഡ് ചെയ്യാത്ത അല്ലെങ്കിൽ ലിസ്റ്റ് ചെയ്തിട്ടില്ലാത്ത കമ്പനി ആണെങ്കിൽ അതിനെ അൺലിസ്റ്റഡ് കമ്പനീസ് എന്നുമാണ് നമ്മൾ വിളിക്കുന്നത്.
നെക്സ്റ്റ് വൺ അതർ ടൈപ്സ് ഓഫ് കമ്പനീസ്. ഇത് സ്മോൾ കമ്പനീസ്, അസോസിയേഷൻ ഓഫ് കമ്പനീസ്, HUF, നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ, ഇങ്ങനെയുള്ള പലതരം കമ്പനീസാണ് ഈ അതർ ടൈപ്സ് ഓഫ് കമ്പനീസിൻ്റെ അകത്ത് വരുന്നത്. ഇപ്പോൾ ഫോറിൻ കമ്പനീസ് ഉണ്ട്, ഗവൺമെൻറ് കമ്പനീസ് ഉണ്ട്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ അകത്താണ് വരുന്നത്.